ഒരുപാട് കുടുംബങ്ങളെ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ച ജ്വല്ലറി. നമ്മൾ സ്വർണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ജ്വല്ലറി പോകുമ്പോൾ ഓരോ പണിക്കൂലികളായിരിക്കും. ചില ജ്വല്ലറികളിൽ 18%, 10%, 9%, 5%. ചില ജ്വല്ലറികൾ പണിക്കൂലിയേ വേണ്ട, എക്സ്ട്രാ സ്വർണം തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബുക്ക് ചെയ്യാൻ വേണ്ടി സമീപിക്കാറുണ്ട്. അപ്പം നമ്മളത് കണ്ണടച്ച് വിശ്വസിച്ച് 100 പവനും 200 പവനും 50 പവനും 15 പവനും അങ്ങനെ സ്വർണം നമ്മൾ ബുക്ക് ചെയ്യും. അങ്ങനെ സ്വർണം ബുക്ക് ചെയ്ത് ഒരു ചതിക്കുഴിയിൽപ്പെട്ട ഒരു ഫാമിലിയുടെ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം എന്താ ശരിക്കും അവിടെ ഉണ്ടായത്. എൻ്റെ അനിയത്തിയുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്വർണം ബുക്ക് ചെയ്തത് തന്നെ. കല്യാണത്തിൻ്റെ 6 മാസം മുന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ പോയത്. അവിടെ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പറിലുള്ള പരസ്യവും പിന്നെ ന്യൂസ് ചാനലുകളിലുള്ള പരസ്യവും പിന്നെ ബുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഫോണിലൊക്കെ നോക്കിയില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. മെയിനായിട്ടും ന്യൂസ് ചാനലിലുള്ള പരസ്യങ്ങൾ കണ്ടിട്ട് പേപ്പറിലുള്ള പരസ്യം കണ്ടിട്ടാണ് പോയത്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ പേപ്പർ വായിക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ അവരുടെ പരസ്യം ഉണ്ടാവും. എല്ലാ ആഴ്ചകളിലും ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യം ഉണ്ടാവും. അപ്പം അത് കണ്ടിട്ടാണ് ഞങ്ങൾ ആ ജ്വല്ലറിയിലേക്ക് പോയത്. ആദ്യം ഞങ്ങൾ പോയത് അന്വേഷിക്കാനാണ് പോയത്. ആദ്യം തന്നെ പോയി ബുക്ക് ചെയ്തില്ല. ആദ്യം ഈ പേപ്പറിലെ പരസ്യം കണ്ടിട്ട് തൃശ്ശൂർ പോയി അന്വേഷിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ മാനേജർ, അവിടെയുള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് പറഞ്ഞു തന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൊണ്ട് പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ബുക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ കുറേ ജ്വല്ലറികൾ, അപ്പോൾ അന്വേഷിക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കേരളത്തിൽ ഇത്രയും ഷോറൂമുകളുണ്ട്. പിന്നെ അവരുടെ പരസ്യം വരുമ്പോൾ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഓരോ ഷോറൂമുകളും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പരസ്യങ്ങളാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും 0% പണിക്കൂലി. പിന്നെ ഇവർ ഉദ്ഘാടനം ചെയ്യും ഓരോ മാസത്തിലിരുന്ന് ഓരോ ആഴ്ചകളിലും ഇങ്ങനെ പേപ്പറിൽ പരസ്യം വരുമ്പോൾ ഇതാ ഈ ഷോറൂം, ഇവിടെ ഈ ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞു, ഈ ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂർ പോയപ്പോൾ തന്നെ അവിടെ തന്നെ തൃശ്ശൂരിൽ തന്നെ ഏകദേശം അടുത്തടുത്തായിട്ട് തന്നെ അവർക്ക് 3 ഷോറൂം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ഷോറൂം ബുക്ക് ചെയ്ത ഷോറൂം ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കണ കടയിലാണ് ഞങ്ങൾ പോയിട്ട് ബുക്ക് ചെയ്തത്. പക്ഷേ വേറെയുള്ള ഷോറൂമുകൾ റീറ്റെയിലായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ ഹോൾസെയിൽ ഷോറൂമിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ മാനേജറും കുറച്ച് സ്റ്റാഫുകളും മാത്രമാണ് ഉണ്ടായത്. ഞങ്ങൾ ആദ്യം പോയിട്ട് അവർ അന്വേഷിച്ചപ്പോൾ അന്വേഷിക്കാൻ പോയവരുടെ അടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എത്ര പവനാണ് ബുക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര പവനാണ് പറഞ്ഞപ്പോൾ 0% പണിക്കൂലിയാണ്. ആ 0% പണിക്കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മാസം മുൻപോ അല്ലെങ്കിൽ 1 വർഷം മുൻപോ ബുക്ക് ചെയ്യണം. അങ്ങനെ ഉള്ളപ്പോഴാണ് അത്ര അവർ 0% പണിക്കൂലി കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്യാൻ പോയതന്നെ. അതുകൊണ്ടാണ് സ്വർണം ബുക്ക് ചെയ്തത് തന്നെ. അത് കല്യാണത്തിൻ്റെ 6 മാസം മുൻപ്, അതായത് ഏകദേശം ആഗസ്റ്റ് മാസത്തിലൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തത്? ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തം 8 പവനുള്ള സ്വർണ്ണമാണ്. 8 പവനാണ് ഞങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 8 പവനുള്ള അവർ അന്ന് അന്വേഷിക്കാൻ പോയപ്പോഴേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ ഉള്ളത്, അതായത് പൈസയായിട്ടാണെങ്കിൽ പൈസയായിട്ട്, അല്ലെങ്കിൽ പഴയ സ്വർണ്ണമായിട്ടാണെങ്കിൽ പഴയ സ്വർണ്ണമായിട്ട്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നത് 5.5 പവൻ സ്വർണ്ണമാണ് പഴയതുണ്ടായിരുന്നത്. അപ്പോൾ ആ 5.5 പവൻ സ്വർണ്ണം ബാക്കി ക്യാഷ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന്. അപ്പൊ അവരെന്തൊക്കെ ഉറപ്പുകൾ നിങ്ങൾക്ക് തന്നു? അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് തന്നു. അവിടുത്തെ മാനേജർ സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റ് പേപ്പർ, എഗ്രിമെന്റ് എഴുതിയിട്ട് എഗ്രിമെന്റ് ഞങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ട് അയച്ചു തരികയാണ് ചെയ്തത്. പിന്നെ ആ ഒരു എഗ്രിമെന്റ് പേപ്പറിന്റെ തെളിവും പിന്നെ ഞങ്ങൾക്ക് എത്ര സ്വർണം തരും, അതായത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള 8 പവൻ്റെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ആ 8 പവൻ സ്വർണം എന്നുള്ള എഴുതിയിട്ടുള്ള ഒരു ഗോൾഡിൻ്റെ കണക്ക് വെച്ചിട്ടുള്ള ഒരു പേപ്പറും, അങ്ങനെ 2 പേപ്പറുകളാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അയച്ചു തരികയാണ് ചെയ്തത്, ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവരെ കൊണ്ട് എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാർച്ച് 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് സ്വർണ്ണം കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജ്വല്ലറിക്കാർ. അപ്പം എന്നിട്ട് ആ കൃത്യസമയത്ത് സ്വർണം കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. പിന്നീട് അവിടെ എന്താ സംഭവിച്ചത്?
പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഈ മാർച്ച് ആവണതിന് മുൻപ്, ഒരു മാസം മുൻപ് തന്നെ അവർ മോഡൽ തരാൻ വേണ്ടിയിട്ട്, അത് മോഡൽ നമ്മൾ കൊടുക്കണമല്ലോ, കല്യാണം ആയതുകൊണ്ട് മോഡൽ കൊടുക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സമയമാകുമ്പോൾ ഞങ്ങളെ വിളിക്കാം, നിങ്ങളെ ബന്ധപ്പെടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫോണിൽ വിളിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവിടുത്തെ സ്റ്റാഫ്, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത്, അത് ഓരോരോ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യണ ഓരോ സ്റ്റാഫാണ് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റാഫായിരുന്നു. അപ്പോൾ അവർ വിളിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ജ്വല്ലറി തന്നെ ഏതെങ്കിലും സ്റ്റാഫ് വിളിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഓരോരോ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഈ സ്റ്റാഫിനെ കൊണ്ട് ചോദിച്ചിട്ടാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വിളിക്കും എന്നാണ് പറഞ്ഞത്. ആ മോഡൽ തരാറാവണ സമയമാകുമ്പോഴേക്കും തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഫോണിലൊക്കെ ജ്വല്ലറി പൊളിഞ്ഞു, ഈ അൽമുത്താർ ജ്വല്ലറി പൊളിഞ്ഞു എന്നുള്ള പരസ്യം കേട്ടപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ ആ സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കും. പിന്നെ അവിടെ ചുറ്റുപാടുള്ള കുറച്ച് അറിയണ സെക്യൂരിറ്റീനെയൊക്കെ ഞങ്ങൾക്ക് ഫോൺ നമ്പറൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താ ചേട്ടാ സംഭവം, ഇതിങ്ങനെയാണല്ലോ പരസ്യം വരുന്നത്, ഫോണിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അയ്യേ നിങ്ങൾ പേടിക്കേ വേണ്ട, നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗോൾഡ് നിങ്ങൾ തന്നിരിക്കും, ഞങ്ങളവിടെ എത്തിച്ചിരിക്കും, നിങ്ങൾ അതൊക്കെ വെറുതെ പറയണതാണ്, അതൊന്നും നിങ്ങൾ പേടിക്കുക വേണ്ട, നിങ്ങൾക്ക് ഇനിയുണ്ടല്ലോ 2-2.5 മാസമുള്ള സമയം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ശരി ഇതുകൊണ്ട് പിന്നെ അവരുടെ മുതലാളി പറയുന്ന ഒരു വോയിസ് റെക്കോർഡ്, മുതലാളി സംസാരിക്കണ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫോണിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശരി നമുക്ക് എന്നാലും കിട്ടുമല്ലോ, പേടിക്കാതിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ വേണ്ടിയിരുന്നു ഒരാഴ്ചയോളം. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ പരസ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾ നേരിട്ട് ജ്വല്ലറിയിൽ പോയിട്ട് അന്വേഷിച്ചു. അപ്പോൾ അതെന്താ കാരണം ഇതിങ്ങനെ സംഭവം വന്നത് എന്നുകൊണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ ED റെയ്ഡ് നടത്തിയത്, റെയ്ഡ് നടന്നതിന് ശേഷം തുറക്കാൻ പറ്റിയില്ല, ഗോൾഡ് മുഴുവൻ അവർ എടുത്തു, അവർ കൊണ്ടുപോയത് അത് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ ഇത് എപ്പോഴാണ് തുറക്കുക, ഞങ്ങൾക്ക് ഗോൾഡ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതായി, ഞങ്ങളുടെ കല്യാണം ഇവിടെ അടുത്തില്ലേ, അപ്പോൾ എപ്പോഴാണ് കിട്ടുക എന്നുള്ള ഒരൊറ്റ ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അവർ വിളിക്കുമ്പോഴും ചോദിക്കുമ്പോഴും അവർ ഉറപ്പായിട്ടും കിട്ടും, പേടിക്കേ വേണ്ട, ഞങ്ങൾ ജ്വല്ലറി അടച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ ഗോഡൗണിലൊക്കെ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ സമയം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ പണ്ട് ഓരോ കസ്റ്റമർ പറയുന്ന പരസ്യങ്ങളുണ്ടല്ലോ, അതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അന്വേഷിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, നിങ്ങൾ പേടിക്കേ വേണ്ട എന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് കല്യാണത്തിന് സ്വർണം കിട്ടിയില്ല. പിന്നെ കല്യാണത്തിൻ്റെ സമയമായപ്പോഴും സമയമാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്ര ബേജാറാവുന്നു. അപ്പോൾ നമ്മൾ ആ ജ്വല്ലറിയിൽ കോണ്ടാക്ട് ചെയ്ത സ്റ്റാഫുകളെ ആയാലും കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം മുമ്പുള്ളപ്പോൾ നമ്മൾ വിളിച്ചിട്ട് എന്തായി എന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവരടക്കം കൈയൊഴിഞ്ഞിട്ടുള്ള മട്ടും സംസാരമാണ്, ഞങ്ങൾ എന്താ ചെയ്യുക, എല്ലാവരുടെ കാര്യം ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ചെയ്യാൻ പോകുമ്പോഴും പൈസ കൊണ്ട് കൊടുക്കുമ്പോഴും ഒക്കെ അവർ നമ്മളതിനെ ട്രീറ്റ് ചെയ്യും. അതായത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ അതിൽ പൈസ കിട്ടുന്നത് വരെയും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ആ സ്റ്റാഫിലായി. പൈസ ജ്വല്ലറി പൊളിഞ്ഞു ഇതിങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ പിന്നെ ആ സ്റ്റാഫ് അവിടെ ഒന്നുമല്ല, നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളവർ, നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളവർ ഒന്നും അവിടെ ആരുമല്ല. ആ പൊളിഞ്ഞു എന്നുള്ള ആ ഒരു വാർത്ത മാത്രമാണ് നമുക്ക് അവിടെ ഉള്ളത്. ആ ജ്വല്ലറി ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽമുത്താർ ജ്വല്ലറിയാണ്. ഞങ്ങളെ ഈ ചെറിക്കുഴിയിൽ വീഴ്ത്തിയത് അൽമുത്താർ. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം കല്യാണത്തിനേ കിട്ടിയില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും 6 മാസത്തോളമായി, ഇപ്പോഴും ഞങ്ങൾക്ക് ആ സ്വർണം കിട്ടിയിട്ടില്ല. അവിടുന്ന് ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ട് തന്നെ നമുക്ക് അറിയണം. ഇപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നുള്ളവർക്ക് തോന്നും, അവർ പറയണത് കേൾക്കുമ്പോൾ തന്നെ അതൊരു ഇതല്ലേ, അതായത് ഇതൊരു പൊട്ടത്തരമല്ലേ, ഇതൊരു നല്ല കാര്യം, അതായത് 0% പണിക്കൂലിയിൽ ആരെങ്കിലും പോയി കൊടുക്കുമോ, വീഴുമോ, അത് സത്യമല്ലാന്ന് നമുക്ക് അന്ന് തന്നെ നമുക്ക് വായിക്കുമ്പോൾ അറിയില്ലേ എന്നുള്ളത് പുറത്തു നിന്ന് കേൾക്കുന്നവർക്ക് തോന്നും. പക്ഷേ അത് അനുഭവിക്കുമ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സാഹചര്യവും പണിക്കൂലി കുറഞ്ഞിട്ടുള്ള സ്വർണം എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് നോക്കും. അത് പോയി പെട്ടിട്ട് അത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ അറിവിൽ തന്നെ ഞങ്ങളിപ്പോൾ അവിടെ പോകും അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കസ്റ്റമർ വന്നിട്ട് അവിടെ വന്നിട്ട് കല്യാണം എടുത്തു, കല്യാണം കഴിഞ്ഞവർ ഞങ്ങൾ അന്വേഷിക്കാൻ പോയപ്പോൾ തന്നെ ചിലർ കല്യാണം
കഴിഞ്ഞു ചേട്ടാ, ഞങ്ങൾക്ക് ഇനിയും കിട്ടിയില്ല, ഞങ്ങൾ എന്നാലും വന്ന് അന്വേഷിക്കാൻ വന്നു. ഷോറൂം ചില സമയം ഒരു തവണയൊക്കെ പറ്റി പോയപ്പോൾ അവിടെ ഷോറൂമേ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റി പറയുന്നത് കിട്ടും ചേട്ടാ, മുതലാളി വരും, മുതലാളി ഇന്ന സ്ഥലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, നിങ്ങൾക്ക് തരും, നിങ്ങൾ പേടിക്കേ വേണ്ട, ഇതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷനേ അടിക്കേണ്ടാന്ന് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ നമുക്ക് അറിയണത് ഇന്നവർ എത്ര കൊടുത്തിട്ടുണ്ട്, ഇന്നവർ എത്ര കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരൊക്കെ ഒരുപാട് ദൂരത്തു നിൽക്കട അടക്കം വന്നിട്ടാണ് ഓരോരുത്തർ അവിടെ ബുക്കിംഗ് ചെയ്തിട്ട് എന്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുനിന്ന് പോലും കുറേ പേര് പോയി പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് ഈ ഒരു ചതി പറ്റിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇത്രയും പേര് പോയി അതിൽ പെട്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ, ചിലവർ കല്യാണത്തിൻ്റെ കാര്യത്തിന്, ചിലർ കല്യാണത്തിന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പോൾ കസിൻ്റെയൊക്കെ കല്യാണമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബുക്കിംഗ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചിലവർ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ഒരാൾക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതാവില്ല. അത്രയും വലിയ മാനസികാവസ്ഥയായിരുന്നു നമുക്ക് അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കല്യാണം അടുക്കാറായി, സ്വർണം കിട്ടിയിട്ടില്ല. ഇവർ കിട്ടും എന്ന് പറയുക ആ ഒരു വാക്കിൻ്റെ ബലം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല, കിട്ടുന്നില്ല. മോഡല് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കണില്ല. വാർത്തകളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ന്യൂസ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഒരു വശത്ത് പൊളിഞ്ഞു എന്നുള്ള ന്യൂസ്, പിന്നെ മുതലാളി ഇപ്പുറത്തെ വശത്ത് നിങ്ങൾ പേടിക്കുകയേ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉറപ്പ്. നമ്മൾ എന്താ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തുകയും ചെയ്തു, ഇനിയും വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു വോയിസ് പോലും നമുക്ക് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണം, നമ്മൾ പെൺകുട്ടീനെ കല്യാണത്തിന് ഇറക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം ഞങ്ങളുടെ ഫാമിലിക്ക് അനുഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾക്കെന്ന് മാത്രമല്ല കേട്ടോ, ഈ ബുക്കിംഗ് ചെയ്ത് ഒരുപാട് പേരുടെ അവസ്ഥയാണത്. ഒരുപാട് പേരുടെ അവസ്ഥയാണ് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും പറ്റിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും പറ്റിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പേരുടെ ഇപ്പോൾ ആ ഒരു പെൺകുട്ടീൻ്റെ കാര്യമില്ല, ഒരു കല്യാണത്തിന് ഒരു കുട്ടി ഇറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു സന്തോഷവും ആ ഫാമിലിൻ്റെ ഒരുപാട്, ചിലപ്പോൾ ഒരു മകള് മാത്രമുള്ള വീട്ടിൽ നിന്നായിരിക്കും ആ പെൺകുട്ടീൻ്റെ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ബുക്കിങ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആ ഒരു പെൺകുട്ടീനെ അച്ഛനും അമ്മയും ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ട് ആ ഒരു പെൺകുട്ടീനെ കല്യാണ പന്തലിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർ തരാന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു ഒറ്റ മോളൊക്കെ ആകുമ്പോൾ, ഒറ്റ മോളൊന്നല്ല, ഇനിയിപ്പോൾ എത്ര മക്കളുണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു മോൾക്ക്, ഇപ്പം ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു കല്യാണം എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ. അപ്പോൾ എന്നാലും എന്താണ് ആ ഒരു ഫാമിലീൻ്റെ ഒരു ബുദ്ധിമുട്ട്, പിന്നെ നാട്ടിലുള്ളവർക്ക് കല്യാണം വിളിക്കാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ എന്താണ് ജ്വല്ലറി പൊളിഞ്ഞു, നിങ്ങൾ ആ ജ്വല്ലറിയിലാണല്ലേ എന്താണ് ബുക്കിങ് ചെയ്തിരിക്കുന്നത്, എന്തായി, കിട്ടുമോ എന്നുള്ള അവരുടെ ചോദ്യങ്ങൾ അതിനേക്കാളും മേലെ. മൊത്തം നമ്മൾ തീയിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത്. എന്നിട്ടും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അത് ഇതായിട്ടില്ല, കിട്ടിയിട്ടില്ലല്ലോ, സ്വർണം കിട്ടിയിട്ടില്ലല്ലോ. ഒരു സാധാരണപ്പെട്ട ഫാമിലി എന്ന് പറയുമ്പോൾ അത്രയും കാലം ചിലവ്, ആ വീട്ടിലുള്ളവർ 200 രൂപയ്ക്കും 350 രൂപയ്ക്കും വയ്യാത്ത ആൾക്കാരൊക്കെയാണ് പണിക്ക് പോയിട്ട് വന്നിട്ട് ആ പൈസ കൊണ്ടുവന്ന് തിരിച്ച് ശേഖരിച്ച് വെച്ചിട്ട് ചിലപ്പോൾ ഓരോരോ സമയത്തൊക്കെ 1 ഗ്രാം സ്വർണം 2 ഗ്രാം സ്വർണ്ണമൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ 1 ഗ്രാമും 2 ഗ്രാമും കൂട്ടിയിട്ടാണ് ഇത്രയും സ്വർണ്ണമാക്കിയിട്ട് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത്. പിന്നെ ബാക്കി പൈസ എന്ന് പറയുമ്പോൾ ഓരോരോ പലിശയ്ക്ക് എടുത്തിട്ട് മുഴുവൻ ഇവിടുന്നൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. കാരണം കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എന്താണ്, സ്വർണ്ണമല്ലേ. അപ്പോൾ സ്വർണം സേഫ് ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് സ്വർണം നമ്മൾ സേഫാക്കിയത്. അത് ഇത്രയും വലിയ ചതി. അങ്ങനെയൊന്നും ഒരാളെ ചതിക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ ഇനി ഒരു ഫാമിലിക്കും വരാതിരിക്കട്ടെ. അപ്പൊ ഈ കഥകളൊക്കെ ഇനി കുറെ കാലം കഴിഞ്ഞ് കുറെ തേഞ്ഞു മാഞ്ഞു പോകും. എന്നിട്ട് ഈ ആളുകൾ തന്നെ വേറെ ജ്വല്ലറിയുടെ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയും ഇതുപോലെ തട്ടിപ്പുകളും ഓരോ ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പൊ ഇനി ഏത് ഫാമിലിയും ആരും നിങ്ങൾ ഇതുപോലെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, അങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പോയി പെടാതിരിക്കുക. അപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടായത് വേറെ ആർക്കും അല്ല, എൻ്റെ ഫാമിലിക്ക് തന്നെയാണ്. എൻ്റെ മേമയുടെ കല്യാണത്തിനാണ് ഇതുപോലെ ബുക്ക് ചെയ്ത് സ്വർണം കിട്ടാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വർണം ബുക്ക് ചെയ്യുമ്പോൾ അവർ തന്ന എഗ്രിമെൻറ്റ് പേപ്പറുകളൊക്കെയാണ് ഇതായിട്ടുള്ളത്. അപ്പോൾ ഇനി ആരും ഇതുപോലുള്ള തട്ടിപ്പുകളിലൊന്നും പോയി പെടാതിരിക്കുക. ഇത് എൻ്റെ അമ്മയാണ് ഇതൊക്കെ പറഞ്ഞത്, എൻ്റെ അമ്മയാണ്. എൻ്റെ മേമയുടെ കല്യാണത്തിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ഇനി ഇതേപോലുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ.